ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് നമുക്ക് അവസാനത്തതായ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഒരു ചക്ക പച്ച, ഒരു ചക്ക പഴവും. അപ്പോൾ നമുക്ക് ഈ പഴുത്ത ചക്കയുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഈ പഴുത്ത ചക്കയ്ക്കകത്ത് മുഴുവൻ വെള്ളവും ഉണ്ട്. പക്ഷേ ഈ പഴുത്ത ചക്ക ഇങ്ങനെ തിന്നാലേ, ഈ സമയത്ത് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങനെ തിന്നുമ്പോൾ അത് വയറിന് കേടാവും. അത് കാരണം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? ഇത് പിള്ളേർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇത് അരിഞ്ഞിട്ട് നമുക്ക് ആവി കയറ്റി തിന്നാലോ. അങ്ങനെ ഒന്ന് തിന്നുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ആർക്കും ഒരു അസുഖവും വരത്തില്ല, വയറ് കേടാകത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ചക്കപ്പഴത്തിന് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് ആവി കയറ്റാം. തേങ്ങയും ജീരകമൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കാവേ. അപ്പോൾ തിന്നാൻ നല്ലതായിരിക്കും. കാപ്പിക്കും ചായക്കൊക്കെ കൂട്ടാൻ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഇതിൻ്റെയൊക്കെ കൂട്ടി തിന്നാനൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ സമയത്ത് തിന്നാൽ ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണമേ വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ മറുകി കയറുമോ, ഛർദ്ദിക്കാൻ വരുമോ, വയറിളക്കമോ പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും എനിക്കും പനിയും ചുമയാണ്. ഒരു സാധനം തണുത്തത് തിന്നത്തില്ല. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വെച്ചു. ചക്കയല്ലേ, കളയാൻ മനസ്സ് വരുന്നുമില്ല. അവസാനത്തെ ചക്കയാണ്, അതുകൊണ്ട് കളയാൻ മനസ്സും വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഒരു പ്രയത്നത്തിന് മുതിരുവാണ് ഇപ്പോൾ. നമുക്കിതാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാവുമെന്ന്. ഒരു ചക്ക ചെറുത് പച്ചയും കിട്ടിയിട്ടുണ്ട്. പച്ച ചക്ക കാണിച്ചു കൊടുത്തേ. പച്ചയായിട്ടുള്ള ചക്ക ഇതാ, പച്ചയ്ക്ക് കിട്ടിയ ചക്ക ഇതാ. ഇത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അരപ്പിട്ട്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം അരിഞ്ഞ് വെച്ചു ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങ ഇച്ചിരി ജീരകവും ഇട്ടു. എന്നിട്ട് അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അടിക്ക് പിടിക്കല്ല, അതൊന്ന് ആവി കയറി വരാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും, ഒരു തുള്ളി. നമുക്കിത് വെന്ത് വരുമ്പോൾ ഇതിന് മധുരം കുറവായതുകൊണ്ട് വെന്ത് വരുമ്പോൾ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമുക്കൊന്ന് ആവി കയറാൻ വെക്കാം. നമ്മുടെ പച്ചച്ചക്കച്ചോള അരിഞ്ഞ് വെച്ചതാണ്. നമുക്ക് ലാസ്റ്റ് കിട്ടിയ ചക്കയാണിത്. പഴുത്തത് അതിനകത്ത് ആവി കയറ്റാൻ വെച്ചു. പഴുത്ത ചുള അരിഞ്ഞ്, ഇത് പച്ച ചക്കച്ചുള. പഴുത്തത് പിള്ളേർക്കും പച്ച ചക്ക ഒഴുകുന്നത് ഞങ്ങൾക്ക്. അത് മധുരം തിന്നാത്തവർക്ക് ഈ ചക്ക പുഴുക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പച്ച ചക്കച്ചുള പുഴുങ്ങാം. അടിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള പലഹാരം റെഡി. ചക്കപ്പഴം തേങ്ങയിട്ട് ജീരകമൊക്കെ ചേർത്ത് വേവിച്ചെടുത്തു. അതവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റ്. അത് റെഡിയാക്കി വെച്ചു. നമ്മുടെ ചക്കയും പുഴുങ്ങി. അപ്പോൾ നമ്മുടെ ചക്കയും പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. കുറച്ചേ ഉള്ളായിരുന്നു, ലാസ്റ്റത്തെ ചക്ക കുറച്ചേ ഉള്ളായിരുന്നു. അതിന് നമ്മൾ പുഴുങ്ങിയെടുത്തു ചെറിയൊരു പുഴുക്ക്. അപ്പോൾ നമ്മൾ ചക്കപ്പഴം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, ബാക്കി അതുകൊണ്ട് നമുക്കൊരു അട രൂപത്തിലുണ്ടാക്കിയാലോ. വാഴയിലക്കകത്ത് നമുക്ക് അടയായിട്ടുണ്ടാക്കാൻ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് അതിൻ്റെ കൂടുതൽ അങ്ങ് ഇളക്കി, അരിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി വെച്ച് ഞാൻ വാഴയിലയിൽ ഇങ്ങനെ അടയായിട്ടുണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം അതിനകത്തൊരു ഇച്ചിരി ഏലക്കയൊക്കെ ഇട്ടു. ജീരകം നേരത്തെ ഇട്ടതാണ്, തേങ്ങയും ജീരകം നേരത്തെ ഇട്ടതായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഈ രൂപത്തിലുണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി ഒരു അട പോലെ ആക്കിയെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതിനെ പുഴുങ്ങിയെടുക്കാം. ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ചെറുതായിട്ടാണ് വേകാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി, അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അറ്റം ഇങ്ങോട്ടും മടക്കി, ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പം നമ്മുടെ വെള്ളം ചൂടായി വരുന്നേ, നമുക്ക് ഈ കുഞ്ഞനടകളെല്ലാം ഇതിനകത്ത് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ അട എവിടം വരെ എത്തിയെന്ന് നോക്കാം. വെന്തോ, എങ്ങനെയായി, എവിടെ എത്തി? നമുക്ക് ഒരടേനെ എടുത്തിട്ട് തുറന്ന് നോക്കിയാലോ? അട വെന്തോന്ന് നോക്കണ്ടേ? അയ്യോ, ഇതൊരു ചൂട്. തുറന്നു കേട്ടോ. അട നല്ലപോലെ വെന്തു, നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. എടുത്ത് കഴിച്ചു നോക്കി. ചൂടാ. സൂപ്പറാ. എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ. എപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചൂട് ഇച്ചിരി ആറിക്കഴിയുമ്പം നല്ലപോലെ ഇത് മുറുകി വരും. അപ്പം നല്ല ടേസ്റ്റ് അത് തിന്നാൻ. ഇപ്പം ഭയങ്കര ചൂടല്ലേ. അപ്പം നമ്മുടെ ഈ അട എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.